Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ പുട്ടല്ല. നമ്മൾ വെള്ളം കൈകൊണ്ട് തൊടാതെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമ്മൾ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിലാണ് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ പുട്ടും കുറ്റിയിൽ നമ്മൾ ഒരു പുട്ട് ഉണ്ടാക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഇഡ്ഡലി തട്ടിന്റെ ആ ഒരു കുഴി അനുസരിച്ച് 8ഉം 10ഉം ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ട്രിപ്പിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഈ ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് അളവ് കപ്പാണ് എടുക്കുന്നത് അതിനകത്ത് തന്നെ വേണം വെള്ളവും അരിപ്പൊടിയൊക്കെ ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് 3 കപ്പോളം ഉള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തിളച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ അളവ് കപ്പിൽ തന്നെ 2.5 കപ്പോളം ഉള്ള വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പുട്ടുപൊടി ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാൻ നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു 2.5 കപ്പോളമുള്ള അരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് അതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് 2.5 കപ്പോളം ഉള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടുന്ന പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലാം 2.5 ഇടാതെ നമുക്ക് കുറേശ്ശെ വേണം ആ 2.5 ഗ്ലാസ്സോളം ഉള്ള അല്ലെങ്കിൽ 2.5 കപ്പോളം ഉള്ള അരിപ്പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് കുറയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ മീഡിയത്തിലാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഹൈയിലാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതാ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് ലാസ്റ്റ് പുട്ടിൻ്റെ ഒരു പുട്ടുപൊടിയുടെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വെള്ളം നനച്ച് കുഴച്ച് കഴിഞ്ഞ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതുപോലെ തന്നെ വരും. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് മാത്രം നിങ്ങൾ പ്രോപ്പർ കയ്യിൽ അതായത് പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം കയ്യിലിൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ ആ പിടി കൊണ്ടാണ് ബാക്കി ഞാനിതിനകത്ത് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അല്പം കൂടെ 1/2 കപ്പും കൂടെ പൊടിയും കൂടെ നമുക്ക് ചേർക്കാനുണ്ടായിരുന്നു. 2 കപ്പേ ചേർത്തുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ചേർത്ത് നമുക്കിനി ഈ പിടിയുടെ പുറം വശം കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. മരത്തിൻ്റെ കയ്യിലായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ, നല്ല ബലമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ലോവിലോട്ട് മാറ്റണം കേട്ടോ, മീഡിയത്തിൽ നിന്ന്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമുക്കിതിനകത്ത് കാണാം വലിയ കട്ടകളായിട്ടാണ് കിടക്കുക. അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നത്. ഇത് വളരെ ഈസിയാണ്. ഇങ്ങനെ ചെയ്യുന്ന ചിലപ്പം ഇത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. ചിലവർക്കത് ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റൊക്കെ കിട്ടും. പക്ഷേ ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പുട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും, നല്ല സോഫ്റ്റായിട്ടും കൈയൊന്നും ഒട്ടും നനയണ്ട. നമുക്ക് എന്താ പറയുക, ഇതൊന്ന് പരിചയമായി കഴിഞ്ഞാൽ ഇതാണ് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് തോന്നുക. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ നന്നായിട്ടൊന്ന് കുത്തിയെടുത്ത് ആ ഒരു കൺസിസ്റ്റൻസിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് നേരത്തെ കണ്ട പോലെയല്ല, അതിനേക്കാളൊക്കെ വലിയ കട്ടകളൊക്കെ ഇങ്ങനെ ചെറിയതൊക്കെ ആയി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കാണിക്കാം എങ്ങനെയാണിത് അതിൻ്റെ ഒരു പൊടിയുടെ കൺസിസ്റ്റൻസി. കണ്ടോ, ഇതേപോലെ തന്നെ നമ്മൾ പുട്ട് നനച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിൽ ചൂടെല്ലാം ആറിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും കട്ടകളൊക്കെ കെടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ആ മിക്സിയിൽ നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ ശരിയായി കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഇടാതെ ബാച്ചായിട്ട് ഇട്ട് കൊടുത്തെന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് പൊടിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 2 കൈയിലാണ് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്, 2.5 കൈയിലോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ പറയുക, പൾസ് മോഡിൽ ഒന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ പൾസ് മോഡ് ഇല്ല നമ്മുടെ മിക്സിയിലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ ഒരു 2-3 സെക്കൻഡ് അത്രയും മാത്രം അടിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ബൗളിനകത്തോട്ട് ഇതൊന്ന് മാറ്റിയിടാം. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം.
അങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ഒരു നനവും കൂടാതെ ഒട്ടും വെള്ളം നമ്മൾ കയ്യിൽ ഉപയോഗിക്കാതെ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ട് നമ്മൾ നനച്ചൊക്കെ എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പുട്ടിൻ്റെ പൊടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു പാത്രം, ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കട്ടോരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും നല്ല നീളൻ ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിതൊരു ചിരട്ടപ്പുട്ടിൻ്റെ ഒക്കെ ഒരു സാദൃശ്യം പോലെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ചിരട്ടയുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ക്ലീൻ ആയിട്ടുള്ള ചിരട്ടയുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിറച്ച് നമ്മൾ എങ്ങനെയാണ് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുക അതേപോലെ, പക്ഷേ ഇതിനകത്തൊന്ന് കമത്തി ഇടുന്നുണ്ടെന്ന് മാത്രം, അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഞാനിതാ ഈ ഒരു കുഞ്ഞ പാത്രത്തിൽ ഒരു ചിരട്ടയുടെ ഷേപ്പൊക്കെ വരും എന്നുള്ളത് കൊണ്ടാണ് ഈ പാത്രം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കണ്ടോ, നമ്മളിതിനകത്ത് എത്രത്തോളം ലെയറൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. തേങ്ങയും പുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒന്നുമില്ല, പെട്ടെന്ന് ഒന്ന് മറിച്ചിടുക, ഇഡ്ഡലി തട്ടിലോട്ട് മറിച്ചിടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇഡ്ഡലി തട്ടിൽ ഇനി എണ്ണയോ അങ്ങനെ ഒന്നും തടവണ്ട. സാധാരണ നമ്മൾ എങ്ങനെയാണ് പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കുക അതേപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. കാരണം നമ്മൾ ഒരു പുട്ടും കുറ്റി മുഴുവനായി പുട്ടും കുറ്റിയിൽ പുട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട്, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇഡ്ഡലി തട്ട് 2 എണ്ണത്തിലും കൂടെ 9 എണ്ണമാണ് കുഴിയുള്ളത്. അപ്പോൾ 9 പുട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ ആയി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതാ നമുക്ക് ഒട്ടും തന്നെ ഉടയാതെ അല്ലെങ്കിൽ ഒട്ടും തന്നെ പോവാതെ നമുക്ക് ആ കറക്റ്റ് ആ ഒരു കുഴിയിലോട്ട് തന്നെ, ഇഡ്ഡലിയുടെ തട്ടിൻ്റെ കുഴിയിലോട്ട് തന്നെ നമ്മൾ ഒന്ന് മറിച്ച് അല്ലെങ്കിൽ കമിഴ്ത്തി ഇടുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ 9 പുട്ട് ഇവിടെ റെഡിയാണ്. 9 ചിരട്ടപ്പുട്ടിൻ്റെ അതേ വലുപ്പത്തിലുള്ള പുട്ട് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഈ അടുപ്പത്തിൻ്റെ അപ്പുറത്ത് കാണുന്നത് ആ മഞ്ഞ കളറിലുള്ളത് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. പുട്ടിനൊപ്പം കഴിക്കാനുള്ള ഒരു ഗ്രീൻ പീസ് കറിയും അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ആവിയൊക്കെ കയറ്റി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു 8 മിനിറ്റോളം ഞാൻ ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ അതേ പുട്ടിൻ്റെ പോലെ തന്നെയാണ് കാണാനൊക്കെ, വേറെ ഒരു വ്യത്യാസമില്ല. നല്ല സോഫ്റ്റും കൂടിയാണെന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മളിങ്ങനെ ആ ഒരു മെത്തേഡിൽ ചൂടാക്കിയിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല സോഫ്റ്റുമാണ് പുട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസിയാണ്, നമ്മുടെ സമയം ഒത്തിരി ലാഭമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു മെത്തേഡ് പലവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത് അറിയുന്നവർ അത് കണ്ണടച്ച് വിടുക, അറിയാത്തവർ അതൊന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അറിയാത്തവർക്കാണെങ്കിലും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.